പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നത് ചില കാര്യങ്ങൾ ഓർത്തോ സഭയുടെ തന്നെയല്ല, എന്നാൽ പൊതുവായ മതങ്ങളുടെ കാര്യം പറയാനാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ ഞാൻ ഓർത്തോ സഭയുടെ കാര്യം പറയും. അതായത് ഏത് മതത്തിൽ നോക്കിയാലും അതിൻ്റെ മത നേതാക്കന്മാരായിട്ട് മുന്നോട്ട് വരുന്നവർ സ്വാർത്ഥരാണ്. അവരും സുഖമായി ജീവിക്കാനുള്ള വഴി കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് വിശ്വാസികളെല്ലാം ചൂഷണം എങ്ങനെ ചെയ്യാമെന്നുള്ള ചിന്തയാണ് അവരുടെ എപ്പോഴും എവിടെ നോക്കിയാലും. അത് ഞാൻ വിശദമായി പിന്നീട് പറയാം. എന്നാൽ നമ്മൾ ഇതുവരെയും ഓരോ ന്യൂസ് കാണുന്നത് ഇപ്പം ന്യൂസ് ചാനലുകൾ തന്നെയും എല്ലാ കാര്യങ്ങളും പുറത്ത് കാണിക്കത്തില്ല. കാരണം അവർക്ക് കൈമടക്ക് കൊടുത്തുവെച്ച ഈ കള്ള മത നേതാക്കന്മാർ അവരെ കയ്യിലെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് എല്ലാം നശിച്ച് നാറാണക്കല്ലായി കാണും. എന്നാൽ പോട്ടെ, ശബരിമലയുടെ പഴയ കാര്യങ്ങളും പരുമല പള്ളിയുടെ കാര്യമൊക്കെ ഞാൻ പുറകെ പറയാം. എന്നാൽ ഇന്ന് ഓർത്തോ സഭയിൽ ആ സഭയെ നയിക്കുന്നത് ആരാ? ഒരു സഭയുടെ തലവനാരാ? അവൻ എങ്ങനെ ആയിരിക്കണം? ഇന്ന് അത് നിശ്ചയിക്കുന്നത് പുരോഹിതവർഗമാണ്. പിന്നെ കള്ളന്മാർ കൊണ്ടുവരാത്ത കുറേ ആത്മായ വിശ്വാസികളും കൂടാണ്. ഞാൻ ഇന്നത്തെ കാതോലിക്കായ ദ്രവ്യാഗ്രഹം മോഹിന്നും കൊലക്കേസിൽ 1-ാം പ്രതിയെന്നും എന്നെല്ലാം പറയാവുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവനൊന്ന് ചോദിക്കട്ടെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന്. അമേരിക്കയിൽ വരെ കാതോലിക്കാതിൻ്റെ പിരിവ് കളക്ട് ചെയ്യാൻ ഈ കള്ളനാണ് പോകുന്നത്. എന്തിന്? ചെങ്ങന്നൂർ ബദേൽ അരമനയിൽ ഈ കള്ളൻ വന്നു കാതോലിക്കാതിൻ്റെ പിരിവ് കവറ് കളക്ട് ചെയ്യാനായിട്ട്. എന്താ ഇത്രയും കാലം അവിടെ ദേവലോകത്ത് കാശ് വന്നിൻ്റെയോ കാതോലിക്കാതിൻ്റെ പിരിവിൻ്റെ? പിന്നെ എന്തുകൊണ്ട് നീ ഇറങ്ങി? അത് കണക്കും കാര്യവും ആരും അറിയരുതായി. ആദ്യം ഞാൻ തന്നെ മേടിച്ച് അതിലൊരു നല്ല പങ്ക് വഹിച്ചു വെച്ച് ബാക്കി സഭയുടെ കണക്കിൽ ഉൾപ്പെടുത്തിയാൽ മതിയല്ലോ. ആര് ചോദിക്കുന്നു? ഏതെങ്കിലും രാജ്യത്ത് ആൾക്കാർ വിശ്വാസികൾ ഈ കണക്ക് തിരക്കി പോവുമോ? നാട്ടിലാണെങ്കിലും ആരെങ്കിലും നോക്കുമോ? കാരണം നോക്കത്തില്ല. ഇതെല്ലാം അനുഭവിക്കുന്ന സാധാരണക്കാരായ വിശ്വാസികളാണ്. അവർക്ക് ഒരു വിധത്തിലും നിൽക്കള്ളിയില്ല. അവനൊരു നേരത്തെ പട്ടിണി കിടന്നാൽ അത് നോക്കാൻ ഇവരാരും അന്വേഷിക്കത്തില്ല. അവന് ചികിത്സ ഗവൺമെൻറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലും അവർ എടുത്തു കൊടുത്തില്ല. യുവമാർ അവരുടെ കോർട്ടസഭയിലെ മെത്തന്മാരും പുരോഹിതന്മാരും 99% അവരവരുടെ സുഖം മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഏതെങ്കിലും ആളിന് ഏതെങ്കിലും ഒരു കാറ് വാങ്ങണമെങ്കിൽ ഏതെങ്കിലും വിശേഷം നടക്കുന്ന ഓർത്തോ സഭയുടെ കോമ്പൗണ്ടിൽ ചെന്നാൽ മതി. ലേറ്റസ്റ്റ് മോഡൽ കാറുകൾ കാണാം. അത് വിശ്വാസ്യതയാണെന്ന് പറയരുത്, ആകും. എന്നാലും വിശ്വാസികൾക്ക് ഇത്രയും കാശ് മുടക്കാനില്ല. എല്ലാം മത പുരോഹിത മെത്രാന്മാരുടെയാണ്. അവർക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. അവരുടെ കണക്ക് അവരുടെ വരുമാനത്തിൻ്റെ കണക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ചോദിക്കുന്നുണ്ടോ? അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ കണക്ക് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കും, ഇവരെല്ലാം നല്ല മനസ്സോടുകൂടി നമ്മളെ നന്മയിലേക്ക് നയിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു മെത്രാൻ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ വിശേഷ ദിവസത്തിൽ വന്നാൽ അവൻ ഫ്രീ ആയിട്ടാണെന്ന് വരുന്നത്. അവൻ പറയുന്ന കൈമടക്ക് അവന് കൊടുത്തെങ്കിലേ ഒക്കെയുള്ളൂ. എന്നാൽ വിശ്വാസികൾക്ക് മെത്രാൻ വരുന്നത് വലിയ സന്തോഷമാണ്.
അവന് ആത്മീയ നേതാവാണ്, നമുക്ക് വേണ്ടി കഷ്ടത. അവൻ തന്നെ പറയും ഞാൻ ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചാൽ വന്നെന്ന്. ആരെ ഗുണപ്പെടുത്താനാണ്? നിന്റെ പോക്കറ്റ് നിറയ്ക്കാൻ. ഇത് ഏതെങ്കിലും ഇടവകയിലെ ഓഫീസിലെ ട്രസ്റ്റിയോ സെക്രട്ടറിയോ ക്ലർക്കോ പറയുമോ ഈ ചരിത്രം? ഇല്ല. നമ്മൾ അന്വേഷിച്ച് സമയം കളഞ്ഞ് അവിടെ ചെന്ന് ഓരോന്നും കണ്ടും കേട്ട് നിന്നാൽ അത് മനസ്സിലാകും. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഓർത്തോ സഭ ഇത്രയും നല്ല സഭ വേറെ ഇല്ല. അതായത് ഓർത്തോ സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ഇരുന്നവൻ ഒരു മെത്രാൻ കട്ടും മൂട്ടിച്ച്, തിരുവനന്തപുരം ഭദ്രാസനം എന്ന് പറഞ്ഞാൽ ഒരുപാട് വരുമാനമുള്ള ഒരു ഭദ്രാസനമാണ്. അവിടുന്ന് കൊള്ളയും അതിക്രമം കാണിച്ച് അവനെ പുറത്താക്കിയതാണോ അവൻ തനിയെ പോയി ഇനി എനിക്ക് എൻ്റെ സുഖജീവിതമെങ്കിലും ഇപ്പോഴും അവൻ അരമനയിൽ നിന്ന് പോകുന്നെന്ന് തോന്നുന്നില്ല. അവിടെ അവൻ മാറി. അതിന് പകരം നമ്മുടെ നല്ലവനായ യൂലിയോസ് കള്ളത്തായോടി ഇനി ഞാൻ പറയും. കാരണം നിങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കണം, ലോകം മനസ്സിലാക്കണം. ഈ യൂലിയോസിനെ ഒരു കാലത്ത് ഏതോ ഒരു വർഷം ഗൾഫിലെ ഒരു രാജ്യത്ത് ഒരു ദേവാലയത്തിൽ വിശേഷത്തിന് കുർബാന ചൊല്ലാനായിട്ട് വിളിച്ചു. ഇവൻ അവിടെ ചെന്നു. അവൻ താമസിക്കുന്ന സ്ഥലത്ത് കുർബാന ചൊല്ലിൻ്റെ തലേ ദിവസം 2 ഫാമിലി ചെന്നിട്ട് പറഞ്ഞ് നാളെ നമുക്ക് ബോട്ടിങ്ങിന് പോകാം. അവൻ സമ്മതിച്ചു. ഉടനെ പള്ളിക്കാരെ അറിയിച്ചു, എനിക്ക് സുഖമില്ല, കുർബാന ചൊല്ലാനൊക്കത്തില്ല. ഈ തായോടി അവരുടെ കൂടെ ബോട്ടിങ്ങിന് പോയെന്നുള്ളതാണ്. അത് വേണ്ട. ഇവർ സുഖവും സന്തോഷവും വെടിച്ച് ജീവിക്കുന്നവരാണോ? ഈ യൂലിയോസും ചെമ്മാച്ചനും എല്ലാം കൂടെ കൊട്ട വഞ്ചിയിൽ കയറിയിരുന്ന് സല്ലപിക്കുന്നത് വരെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ വേറൊരു മെത്രാനെ കുറിച്ച് പറഞ്ഞാൽ ഇവർ ലോകത്തിൻ്റെ ഒരു സുഖ സൗകര്യങ്ങളും വേണ്ടെന്ന് വെക്കത്തില്ല. എന്നിട്ട് വിശ്വാസികൾ പറയും നിങ്ങൾ കുമ്പസാരിക്കാൻ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പോയിട്ട് ടെലിവിഷൻ കാണരുത്, റേഡിയോ കേൾക്കരുത്, പേപ്പർ വായിക്കരുത്. എന്തിനാ? വല്ല ന്യൂസും നമ്മുടെ ബൈ ചാൻസ് പുറത്ത് പോയപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ അത് പ്രശ്നമാകുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞുതരാം. കോട്ടയം ഓർത്തോ സഭ തിരുവനന്തപുരം ഭദ്രാസന സഹായ മെത്രാപ്പോലീത്തയായി ഡോക്ടർ ഗീവറീസ് മാർ യൂലിയോസിനെ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിയമിച്ചു. ഈ യൂലിയോസിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കണം. വേണ്ട, അന്വേഷിക്കണ്ട. i2i ചാനൽ നോക്കിയാൽ പഴയ ചരിത്രം എടുക്കുന്നുണ്ട്. യൂലിയോസിൻ്റെ സഹോദരൻ എവിടെയാണെന്ന് നിങ്ങൾ യൂലിയോസിനോടൊന്ന് ചോദിച്ചില്ലേ? യൂലിയോസിൻ്റെ സഹോദരൻ്റെ ഭാര്യ ഇപ്പം ഇവിടെ ആരുടെ കൂടാന്ന് ചോദിച്ചേ? വേണ്ട. യൂലിയോസ് ഇവരെ ഭവനത്തിലൊന്നും മെത്രാന്മാരങ്ങനെ പോകാറില്ല. എന്നാൽ ഇവൻ വിശ്രമിക്കാനായിട്ട് വരുന്ന വീടുകളുണ്ട്. ആ വിശ്രമം എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കണമല്ലോ. അപ്പം ഞാൻ അതിനെ ഇപ്പം പറഞ്ഞില്ല. അപ്പോൾ യൂലിയോസ് ആരാന്ന്? കാതോലിക്ക കൊലക്കേസിലെ 1ാമത്തെ പ്രതി, അവൻ്റെ പ്രതിയാണ് ഇവനും. ഇവരൊത്തൊരുമിച്ച് സഭയിലെ വിശ്വാസികളെ കുഴിയിലേക്കല്ല, നരകത്തിലേക്കല്ല, നിത്യ അഗ്നി, നരകമാണെങ്കിലും നമുക്ക് നോക്കാം. അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഭാഗവും ചൂട് കൊണ്ട് പൊള്ളുമ്പോൾ വേദന കൊണ്ട് മരിക്കും. അതാണ് ഇനിയത്തെ ദൈവം പറഞ്ഞത്. ഞാൻ ഈ ലോകത്തെ ലോകത്തെ മുഴുവൻ പ്രളയത്താൽ നശിപ്പിക്കത്തില്ല, ഇനി അഗ്നിയിലാണെന്ന്. കാരണം അതുപോലാണ് നമ്മുടെ ജീവിതം ഇന്നത്തെ. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നുണ്ടോ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ഡോക്ടർ ഗീവറിയോസ്
ഗബ്രിയേൽ മാർ ഗിയോറിയോസ് വിരമിച്ചതിനെ തുടർന്നാണ് ഡിസംബർ 1 ചുമതലയേൽക്കും. കുന്നുംകുളം ഭദ്രാസനാധിപനാണ് നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇന്ത്യ പ്രസിഡന്റ്, ഹൈദരാബാദിലെ ഹെൻറി മാർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ, ഓർത്തസഭ ക്രൈസ്തവ സഭ യുവജന പ്രസ്ഥാനം പ്രസിഡന്റ്, സഭയുടെ ഇന്റർചർച്ച് എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവര് കാതോലിക്കായും യൂലിയോസും മാത്രമായിട്ട്? ഇവിടെ വേറെ മെത്രന്മാരില്ലയോ ഈ സ്ഥാനങ്ങളിൽ തിരുത്താനായിട്ട്? ഒരു സ്ഥാനത്തിരുത്താനായിട്ട് ഉണ്ട്. ആരെയും ഉയർത്തിയിരുത്തത്തില്ല. ആ സീക്രട്ട് വഴി, അതായത് കൊല ചെയ്ത് തൊട്ട് ഇവർ രണ്ടും കൂടി ഒരുമിച്ച് ആ പ്ലാൻ ചെയ്തതും ചെയ്യിച്ചതും എല്ലാം അവർ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടും കൂടി ഒരുമിച്ച് നിന്നെങ്കിൽ സീക്രട്ട് പുറത്തും എല്ലാ കാര്യങ്ങളും അവർ തന്നെ കയ്യിലെടുക്കണം എന്നുള്ളതാണ് അവരുടെ ചിന്ത. എല്ലാം നല്ലത് തന്നെ. കാതോലിക്കായിട്ട് ഞാൻ ഒരു വാക്കേ പറയുന്നുള്ളൂ. യൂലിയോസ് ക്യാൻസർ വന്ന് കാലൻ കൊണ്ടുപോയ പഴയ കാതോലിക്ക മരിക്കുന്നതിന് മുമ്പ് യൂലിയോസ് പരമല ആശുപത്രിയിലെ ആഴ്ച ബാബ മരിക്കുന്ന ആഴ്ചത്തെ സ്ഥിരം താമസക്കാരനായിരുന്നു. ബാബയുടെ മുറിയിൽ കയറി ഇറങ്ങി നടന്ന യൂലിയോസാണ്. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ, അതായത് അവരുടെ മാലകളുമെല്ലാം അവിടുന്ന് കാണാൻ പോയി. അതൊന്നും പുറത്താരും പറയത്തില്ല. ഒരു ചെറിയ ന്യൂസ് പോലെ അത് യൂലിയോസാണ് എടുത്തതെന്ന് പുറത്ത് വന്നു. അല്ലെ യൂലിയോസ് പറയട്ടെ. ആ ക്യാൻസർ വന്ന കാതോലിക്കായും അത്ര നല്ലവനായിരുന്നില്ല. പണമുള്ളിടത്തെ അവനും പോകത്തുള്ളായിരുന്നു എവിടെ വിളിച്ചാലും. ഇതായിപ്പോൾ സംഭവ സഭയിൽ നടക്കുന്നത് നല്ല കാര്യമാണ്. സഭയിൽ ഇപ്പോൾ ഒരു ന്യൂസ് ഞാൻ കണ്ടു, പുരോഹിത വിലയ്ക്ക് ആൾക്കാരെ കിട്ടുന്നില്ല. ഓർത്തഡോക്സ് സഭയിൽ ധാരാളം പേരാണ് വാളണ്ടിയറായിട്ട്. അതൊന്നും കുഴപ്പമില്ല. നടക്കട്ടെ മക്കളെ, നടക്കട്ടെ. നിങ്ങൾ എന്താ നിങ്ങളുടെ പോക്കിൻ്റെ ഉദ്ദേശമെന്നുകൂടെ പറഞ്ഞാൽ ജനങ്ങളത് അറിയട്ടെ. നിങ്ങൾ പറയത്തില്ല. രാഷ്ട്രീയത്തിലെയും മതത്തിലെയും കാര്യം ഇത് തന്നെയാണ്. അവരുടെ സ്വാർത്ഥ കാര്യങ്ങൾ സാധിക്കുന്നതിന് ഇന്ന് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. സഭയുടെയും സഭകളുടെയും മതങ്ങളുടെയും മറ്റ് രാഷ്ട്രീയക്കാരുടെയും കാര്യങ്ങൾ ഒരാൾ വിശദീകരിച്ചത് കേൾക്കേണ്ടവർ കേട്ടിട്ട് മനസ്സിലാക്കുക. ഒരു കാര്യം തിന്മയ്ക്ക് കൂട്ടുനിന്നാൽ നിങ്ങൾക്ക് അല്പകാലത്തെ സന്തോഷം കിട്ടും. നന്മയ്ക്ക് കൂട്ടുനിന്നാൽ അത് ആജീവനാന്ത സന്തോഷം പകരും. നിങ്ങൾ ഓർക്കുക, നേരെ പോകുന്നവനെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടത്തില്ല, സത്യം പറയുന്നവനെ ഇഷ്ടപ്പെടത്തില്ല. കാരണം കണ്ടാൽ അവൻ വിളിച്ചു പറയും, പിന്നെ അവന് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഇന്ന് തിന്മയുടെ വഴിയാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായി ജീവിക്കുവിൻ. സന്തോഷം എവിടുന്ന് കിട്ടുമെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുവിൻ. ഇത്രയും ഇപ്പോൾ എനിക്ക് പറയാം.